അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് കേട്ടോ. പുട്ട് ഈ കളറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോതമ്പ് പുട്ടാണ്, നല്ല കേട്ടോ. ഇത് ചോളം പുട്ടാണേ, നമ്മുടെ കോൺ പുട്ട്. പുട്ടുപൊടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ പുട്ടിൻ്റെ പണിപ്പുരയിലാണ്. ആദ്യത്തെ കുറ്റി പുട്ട് ഇതാ റെഡിയായി വരുന്നു. അപ്പോൾ ഇന്നത്തെ പുട്ടിൻ്റെ കൂട്ടാൻ പഴമാണേ. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ഇന്ന് കടലക്കറിയൊക്കെ വയ്ക്കാൻ. സാധാരണ അങ്ങനെയാണ്. ഇന്ന് മോളുടെ സ്കൂളിൽ ഓണാഘോഷ പരിപാടി ആയതുകൊണ്ട് അവളെ റെഡിയാക്കി വിടണം രാവിലെ. ഒപ്പം എനിക്കും സ്കൂളിലേക്ക് പോകണം. അതുകൊണ്ട് ഞാൻ രാവിലെ നല്ല തിരക്കിട്ട പണിയിലാണ്. പുട്ടും പഴവും അപ്പോൾ രാവിലെ. കൂട്ടുകാരെ, കോൺപുട്ട് റെഡിയാണ്. ചോളപ്പുട്ടും പഴവും കൂട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, രാവിലെ ഞാൻ പുട്ടും പഴമൊക്കെ പറഞ്ഞല്ലോ. ഒപ്പം തന്നെ ഉച്ചയൂണിൻ്റെ സംഭവം കൂടെ കൂട്ടത്തിൽ അങ്ങ് റെഡിയാക്കുകയാണ്. ദാ മീൻകറി തിളയ്ക്കുന്നു, പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മോൾക്ക് പുട്ട് കഴിക്കാൻ കൊടുത്തു. ഞാനിപ്പോൾ രാവിലെ ഒരു പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മോരുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. മോരുകറി അതാ രാവിലെ തൈരൊക്കെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുകിട്ടു, ഉലുവയിട്ടു, പൊട്ടി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. കാരണം മോരിനകത്തൊന്നും എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടത്തില്ല. എല്ലാം നല്ല മോരിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ തിക്കായിട്ട് കിടക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി ഇതിനകത്ത് ചേർക്കാനുള്ളത് പച്ചമുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉലുവ, കടുക്, കറിവേപ്പില. പിന്നെ മോര് ഞാൻ റെഡിയാക്കിയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് മഞ്ഞൾ പൊടി, 2 കറിവേപ്പില ഇട്ട് ഉപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുകയില്ല. അപ്പോൾ അതാ ഒരു കളർ ചേഞ്ച് വന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എന്താ ഇതിനകത്ത് മഞ്ഞൾ പൊടിയാണോ? നല്ല കേട്ടോ. ഒരു പിഞ്ച് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ചെറിയൊരളവിൽ മുളക് പൊടി ചേർത്തു. അതൊരു കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നമ്മൾ മഞ്ഞൾ പൊടി ചേർക്കുകയില്ല കേട്ടോ. അപ്പോൾ എല്ലാം മൂത്ത് വന്നു. മൂത്ത് വന്ന സമയത്ത് ഒരല്പം മുളക് പൊടി ചേർത്തു. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഉച്ചയൂണ് കണ്ടപ്പോൾ അതിലെ മോരുകറി കണ്ടിട്ട് അത് ആ മോരുകറിയുടെ റെസിപ്പി ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ തിരക്കിനിടയിൽ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ടുള്ളത്, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന തൈരില്ലേ, അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഇതാ നോക്കിക്കോ, മോരൊഴിച്ചു. ഇനി മോരുകറിക്ക് അടുത്ത ഒരു സീക്രട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇളക്കി ചെറിയ ചൂടിൽ വാങ്ങി വയ്ക്കണം. അപ്പോൾ ഇതാ ഇതിന് ഒട്ടും കളറ് കൂടിയിട്ടില്ല. ഈ കറക്റ്റ് കളറിൽ ചൂടായി വരുമ്പോൾ ആ മഞ്ഞൾ, നമ്മൾ ഇട്ട മഞ്ഞളുടെ കളറും ആ മുളക് പൊടിയുടെ കളറും മാത്രം മുന്നിൽ നിൽക്കും. ചിലർ നമ്മുടെ മോരുകറി ഉണ്ടാക്കുമ്പോൾ നിറയെ മഞ്ഞളിട്ടങ്ങ് കലക്കി വെച്ചിരിക്കുന്ന പോലെ കാണും. പക്ഷേ ടേസ്റ്റ് ഉണ്ടാവാം. ആ കളറ് കാണുമ്പോൾ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ ഈ കളറൊക്കെ ഉണ്ടാവും. വളരെ കറക്റ്റായിട്ടിരുന്നു. ഈ ചൂടായി വരുമ്പോഴത്തേന് അതിൻ്റെ എണ്ണയും തെളിഞ്ഞ് കറക്റ്റ് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിലേക്ക് അത് വരുവേ. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ ചെറിയ ചൂടോടുകൂടി വാങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി തിളപ്പിക്കില്ല, അറിയാമല്ലോ. തിളപ്പിച്ചാലും മോര് പിരിഞ്ഞു പോകും. കൂട്ടുകാരെ, ഇതാ നോക്കി, എണ്ണയൊക്കെ തെളിഞ്ഞ് മോരുകറി നല്ല റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഈ ചൂടാറി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കാകും. തിക്കായിട്ട് മോരുകറി കൂട്ടുന്നതാണ് ടേസ്റ്റ്. ഒത്തിരി വെള്ളം ചേർക്കുമ്പം അതിൻ്റെ രുചിയും പോകും. അത് കഴിക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവത്തുമില്ല. അപ്പോൾ പച്ചമുളക് മാത്രമേ എക്സ്ട്രാ ആയിട്ട് ഇതിനകത്തുള്ളൂ. ബാക്കിയൊന്നും കടിച്ച് പ്രശ്നമാവാനായിട്ടൊന്നുമല്ല വേറെ. അപ്പോൾ ടേസ്റ്റോടുകൂടി പെട്ടെന്നൊരു മോരുകറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവരും പഠിച്ചു കാണുമല്ലോ. അപ്പം മീൻകറി റെഡി ആയിരിക്കുന്നു. ചോറ് വെന്തു. പയറ് മെഴുക്കുവരട്ടിക്കായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പണികളൂടെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ.